പൂക്കോട്ടെ സത്യങ്ങളിലേക്ക് റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണ പരമ്പരയിലേക്കാണ് ആദ്യം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിർണായക തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. നടന്നത് പരസ്യ വിചാരണയെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാവുകയാണ്. 18 പേർ ചേർന്ന് പലയിടങ്ങളിലായി മർദ്ദിച്ചു. ഫെബ്രുവരി 15-ാം തീയതി രാത്രി മുതലാണ് മർദ്ദനം തുടങ്ങിയത്. ആദ്യം മലയുടെ മുകളിലെ വാട്ടർ ടാങ്കിനടുത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലെത്തിച്ചു. സിൻജോ ജോൺ സിദ്ധാർത്ഥിനെ കഴുത്തിൽ പിടിച്ച് തൂക്കി നിർത്തി. അടിവസ്ത്രം മാത്രമാണ് ധരിക്കാൻ സമ്മതിച്ചത്. എല്ലാവരെയും ഹോസ്റ്റൽ മുറികളുടെ പുറത്തേക്ക് വിളിപ്പിച്ച് നടുമുറ്റത്ത് നിർത്തി സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു. 18-ാം തീയതി രാവിലെ തൊണ്ട വേദനിക്കുന്നുവെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടെന്ന് പ്രതികൾ പറഞ്ഞു. സുശാന്ത് കുമാർ ബാത്റൂം തള്ളി തുറന്നു നോക്കിയപ്പോൾ സിദ്ധാർത്ഥ് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. മർദ്ദിച്ചവർ പലരും ശുചിമുറിക്കടുത്ത് ഉണ്ടായിരുന്നുവെന്ന് മൊഴിയിലുണ്ട്. റിപ്പോർട്ടർ SIT ബിഗ് ബ്രേക്കിംഗ് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. വിവരങ്ങളുമായി TV പ്രസാദും സുനിഷ അയ്യല്ലൂരും അൽ അമീനും അർജുൻ കല്യാടും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം TV പ്രസാദാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. TV പ്രസാദിലേക്ക്. TV പ്രസാദ്, പൂക്കോട്ടെ സത്യങ്ങൾ എന്താണ് എന്നറിയാൻ ഉള്ള കാത്തിരിപ്പിലേക്ക് വെളിച്ചം വീശുന്ന ആദ്യത്തെ വരികൾ എത്തുകയാണ്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തലിൽ പറയുന്ന കാര്യങ്ങൾ അത് ഡീൻ പൂഴ്ത്തിവെച്ചത് ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ വെളിപ്പെടുന്നത് എന്തൊക്കെ? സുജയ, ഏറെ പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. അതായത് റാഗിങ്ങിനെ സംബന്ധിച്ച് അവസാന വാക്കാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ്. ആന്റി റാഗിംഗ് സ്ക്വാഡ് രൂപീകരിക്കുന്നത് തന്നെ സിദ്ധാർത്ഥ് മരിച്ച് 3-ാം ദിവസം ആന്റി റാഗിംഗ് ഹെൽപ്പ് ലൈനിന് കൊടുത്ത പരാതിയിൽ നിന്നാണ്. ഫെബ്രുവരി 21-നും 22-നുമാണ് കുട്ടികൾ സ്വന്തം പേര് മറച്ചുവെച്ച് പേടികൊണ്ട് അവിടെ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചത്. ഉടൻ തന്നെ UGC കോളേജിന് നിർദ്ദേശം നൽകുകയും കോളേജ് അന്വേഷണം തുടങ്ങുകയുമായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 26 മുതൽ മാർച്ച് 1 വരെ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത് അവിടെയുള്ള 97 പേരുടെ മൊഴിയെടുത്തിട്ടാണ്. ഈ 97 പേരിൽ 22 പേർ മാത്രമാണ് ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നു എന്ന വിവരം പരസ്യമായി പറയാൻ തയ്യാറായത്. 100-ലേറെ ആളുകളുള്ള ഹോസ്റ്റലാണ് ഇത് എന്ന കാര്യവും നമ്മൾ മറന്നുകൂടാ. നമുക്ക് റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലിലേക്ക് വരാം സുജി. അതായത് പോലീസ് അന്വേഷണത്തിലും തുടർന്നുള്ള കോടതി നടപടികളിലുമെല്ലാം ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസായി പരിഗണിക്കുന്നതാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് എന്നുള്ളത്. ആന്റി റാഗിംഗ് റിപ്പോർട്ടിൽ പറയുന്ന ഈ 18 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ റിപ്പോർട്ടിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പോയാൽ, അതായത് ഓരോ ആളുകളും എന്താണ് സിദ്ധാർത്ഥിനെ ചെയ്തത് എന്നത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൽ പരസ്യ വിചാരണ നടത്തി എന്ന നിഗമനത്തിലേക്കാണ് ഈ കമ്മിറ്റി എത്തുന്നത്. അതുകൊണ്ട് ഒരുപാട് നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നുണ്ട്. ഇവരുടെ വിദ്യാർത്ഥികളുടെ പ്രതികളുടെ അഡ്മിഷൻ റദ്ദാക്കണം, അവിടെ CCTV സ്ഥാപിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമായും പറയുന്നു. മാത്രമല്ല ഇതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് സുജയ, ഡീൻ ഉള്ള സമയത്ത്, അതായത് ഡീൻ സസ്പെൻഷനിലായി വരും നമുക്കറിയാം. ഡീൻ ഉള്ള സമയത്താണ് ഈ റിപ്പോർട്ട് തയ്യാറാകുന്നത്. പക്ഷേ UGCയുടെ പോർട്ടലിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ അന്ന് ഡീൻ സമ്മതിച്ചില്ല എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഡീൻ സസ്പെൻഷനിലായതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് എന്താണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്ന് നോക്കാം. 97 പേരുടെ മൊഴിയെടുത്തതിൽ 22 പേർ നേരിട്ട് കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സംഭവത്തിലേക്ക് നമുക്ക് വന്നാൽ, ഫെബ്രുവരി 15-ാം തീയതിയാണ് വീട്ടിൽ വിളിച്ച് സിദ്ധാർത്ഥ് പറയുന്നത് ഞാൻ മടങ്ങി വരുന്നു വീട്ടിലേക്ക് എന്നുള്ളത്. പക്ഷെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ രാത്രി ഒരു കോൾ വരുന്നു. രഹൻ ബിനോയിയാണ് കോൾ ചെയ്യുന്നത്. രഹൻ ബിനോയി പറയുന്നു ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ കോളേജിലേക്ക് തിരിച്ചു വരണമെന്ന്. സൗദ് റിസാൽ, മുഹമ്മദ് ഡാനിഷ്, ആദിത്യൻ എന്നിവരുടെ കൂടെയാണ് സിദ്ധാർത്ഥ് നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി പോയത്. രഹൻ ബിനോയിയുടെ കോളിന് ശേഷം അഭിജിത്ത് മോഹനും വിളിച്ച് ഉടൻ തിരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ 16-ന് രാവിലെ 8 മണിക്ക് സിദ്ധാർത്ഥ് ഹോസ്റ്റലിലേക്ക് എത്തുന്നു. ഹോസ്റ്റലിലെത്തിയ ദിവസം, അതായത് ഫെബ്രുവരി 16-ന് പകൽ ഒന്നും സംഭവിക്കുന്നില്ല. ഫെബ്രുവരി 16-ന് രാത്രിയാണ് മർദ്ദനം തുടങ്ങുന്നത്. ഞാൻ ഈ പറയുന്ന ഓരോ വരികളും അത് നേരിട്ട് കണ്ട് നേരിട്ടറിഞ്ഞ വിദ്യാർത്ഥികളുടെ മൊഴിയായി ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയതാണ് സുജയ. 16-ന് രാത്രി ആദ്യം മലയുടെ മുകളിലെ വാട്ടർ ടാങ്കിനടുത്ത് വെച്ചാണ് ആദ്യം മർദ്ദനം തുടങ്ങുന്നത്. 4 പേരാണ് കമ്മിറ്റി മുമ്പാകെ വിവരിച്ചത്. ആ 4 പേരുടെയും നമ്പറുകൾ സഹിതമാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തത്. തുടരുക.